അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ഖുർആൻ സമ്മേളനം കേരളത്തിലെങ്ങും അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി മുന്നോട്ട് പോവുകയാണ്. അൽഹംദുലില്ലാഹ്. അരീക്കോട് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ സമ്മേളനത്തിൻ്റെ വലുപ്പവും ഇതിൻ്റെ വിജയവും പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ സംഘാടകർ വലിയ സന്തോഷമുണ്ട്, അതോടൊപ്പം അവർക്കൊരു ആദിയുമുണ്ട്. അത് നിങ്ങളോട് പങ്കുവെച്ച് എൻ്റെ വിഷയത്തിലേക്ക് വരാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അധ്വാനിച്ചതിന് ഫലം കണ്ടിട്ടുണ്ട് എന്നതാണ്. ഈ അരീക്കോടും പരിസര പ്രദേശങ്ങളും നന്നായി ഈ ഖുർആൻ സമ്മേളനത്തിൻ്റെ വിവരം എത്തുകയും അവർ പ്രതീക്ഷിച്ചതിലധികം സഹോദരിമാരും യുവാക്കളും വിദ്യാർത്ഥികളും മുതിർന്നവരുമൊക്കെ ഈ സമ്മേളന നഗരിയിലേക്ക് ഒഴുകി വന്നതിലുള്ള സന്തോഷമാണ്. അത് ഇവിടെയുള്ള എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴും ഈ സ്ഥലം മൊത്തത്തിൽ ഒരു വലിയ സമ്മേളനത്തിൻ്റെ പ്രതീതി ഇതിൻ്റെ പുറത്തൊക്കെ കാണാനുണ്ട്. അത് നമ്മൾ പ്രവർത്തിച്ചത് ഫലം കണ്ടു എന്നത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. നമ്മളെ വീട്ടിൽ നമുക്ക് ഒരു വിവാഹം ഉണ്ടാവുമ്പോൾ ആ വിവാഹത്തിന് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിലധികം ആളുകൾ വരിക എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ചില സമയത്തിൻ്റെ സപ്ലയർമാരൊക്കെ അങ്ങനെ വരും, പിന്നെ അവരെ കാണൂല, കാരണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇത് ഇനി പിരിച്ചുവിടാനിപ്പോൾ നമ്മൾ കണ്ട ബഡ്ജറ്റിൽ നിൽക്കൂല, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് സന്തോഷത്തോടൊപ്പം ഒരു ആദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കാണെങ്കിൽ ഇനി പ്രൊഫഷണൽ കോൺഫറൻസ് വരാനുണ്ട്, കുറേ പരിപാടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനെന്തായിരുന്നാലും ഈ പരിപാടിൻ്റെ ഒരു ബാധ്യത നമുക്ക് വരാൻ പാടില്ല. അത് നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ ഈ പ്രശ്നം ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നിങ്ങളൊക്കെ തന്നെ ഇതിനെ സഹായിച്ചിട്ടുണ്ടാവും. സഹായിച്ചവരോട് മാത്രമേ വീണ്ടും ചോദിക്കാൻ നമുക്ക് ധൈര്യം തോന്നുകയുള്ളൂ. കുഴിച്ചെടുത്ത് വെള്ളം കണ്ടെടുത്തല്ലേ വീണ്ടും കുഴിക്കാൻ പറ്റുള്ളൂ, പാറമ പോയി കുഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ നമ്മുടെ സംഘാടകർ ഇതിൻ്റെ ചെലവിന് ആവശ്യാർത്ഥം ബോക്സുമായി വരുമ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ കൊടുക്കാൻ വിചാരിച്ചതിന് അതിൻ്റെ ഒരു ഇരട്ടി നിങ്ങൾ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാവും. അതേ നമുക്ക് നാളെ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. സഹോദരിമാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇന്ന് നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കും സന്തോഷമാവും, സംഘാടകർക്കും സന്തോഷമാവും, അടുത്തൊരു പരിപാടി വെക്കാനുള്ള ആവേശം ഉണ്ടാവും. മറ്റേത് ഇതിനൊരു ബാധ്യത വന്നാൽ മുന്നോട്ടുള്ള ഗമനം പ്രയാസമാവും. അപ്പോൾ അല്ലാഹു ആ നിലക്ക് കാര്യങ്ങൾ സഹായിക്കാനും ആ സഹായം ചെയ്തതിലൂടെ അത് അല്ലാഹു സ്വീകരിക്കുന്നൊരു അമൽ സ്വാലിഹാത്തായി നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിസ്ഡം യൂത്ത് അതിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ വലിയ ഒരു വിപ്ലവമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. വളരെ വലിയ സന്തോഷമുണ്ട് ഈ സമ്മേളനങ്ങൾ കാണുമ്പോൾ. കാരണം കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരേ സമയത്ത് തന്നെ കണ്ണൂർ തളിപ്പറമ്പിൽ ആദർശ സമ്മേളനം, അതേ സമയത്ത് തന്നെ ദക്ഷിണ കേരളത്തിൽ കൊച്ചിയിൽ ഖുർആൻ സമ്മേളനം, കുറച്ച് അങ്ങോട്ട് മാറി മലയോര പ്രദേശമായ ഇടുക്കിയിൽ അവിടെയും ഖുർആൻ സമ്മേളനം. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഒരേ ടൈമിൽ നടന്ന പരിപാടികളാണ്. ഇന്ന് കാസർഗോഡുണ്ട്, ഞങ്ങളുടെ ജില്ലയായ പാലക്കാടുണ്ട്. പാലക്കാട് ജില്ലയിൽ അലനല്ലൂരിലാണ് നടക്കുന്നത്. ഞാൻ അവിടെ പങ്കെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സമ്മേളനമുണ്ട്. ഇതൊക്കെ വലിയ വലിയ സമ്മേളനങ്ങളാണ്. ഇതൊക്കെ ഒരേ ടൈമിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് അൽഹംദുലില്ലാഹ് നമ്മുടെ യുവാക്കൾ അവരുടെ സംഘടനാപരമായ ഒരു ശേഷി അതിൽ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. അള്ളാഹു അത് നിലനിർത്തുമാറാകട്ടെ. അപ്പോൾ അതാണ് ഇതിലൊരു സന്തോഷമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നേരിട്ട് എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, കണ്ണട
മുഖത്ത് വെച്ച് തിരയുക എന്ന് പറയാറുണ്ട് സാധാരണ. കണ്ണട മുഖത്ത് വെച്ച് തിരയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മളടുത്ത് തന്നെയുള്ള ഒരു സാധനം നമ്മൾ പുറത്തന്വേഷിക്കുന്നു എന്നതാണ്. ഇതിന് പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട്, എന്നിട്ട് അതിങ്ങനെ അന്വേഷിച്ച് നമ്മൾ പുറത്തന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവം. ഇത് ഇന്ന് പൊതുവേ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പലവിധ ആശയക്കുഴപ്പങ്ങളുടെ ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ആത്മസംഘർഷങ്ങൾ, മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥ അത് ഇന്ന് വ്യാപകമാണ്. ധാർമ്മികതയെ സമുദായം തന്നെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ മറ്റൊരു ഭാഗത്തും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം എല്ലാ വാട്സാപ്പുകളിലും കൂടുതൽ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ വന്ന ഒരു ക്ലിപ്പ് ഏതാനും പെൺകുട്ടികളുമായി ഒരു യുക്തിവാദി സംഘടന നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ വിഷയം ഏക സിവിൽ കോഡായിരുന്നു. നിങ്ങൾ ഏക സിവിൽ കോഡ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് മൈക്കും പിടിച്ച് നമ്മുടെ ഫറൂഖ് കോളേജിൽ വരെ വന്ന് കുട്ടികളുടെ മുന്നിലൂടെ കൊണ്ട് നടക്കുകയാണ്. അതിലൊരു അമുസ്ലിം കുട്ടി പറയുന്നുണ്ട്, ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്തിന് ഇണങ്ങിയതല്ല, അത് ഇവിടെ ഒരു ബഹുസ്വര രാജ്യമാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒന്നിലധികം മുസ്ലിം കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതെന്തായാലും ആവശ്യമാണെന്ന്. നമ്മളെ മക്കൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമ്മളെ കാണിക്കുന്നത്. അതവിടെ നിർത്തിയില്ല. ഇസ്ലാമിൽ അനന്തരാവകാശം, സ്ത്രീയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് അത് ശരിയാണോ, അത് നീതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അതിൽ അനീതിയുണ്ട്, അതെന്തായാലും അനീതി തന്നെയാണ്, അത് ശരിയാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന രംഗവും നമുക്ക് കാണാൻ പറ്റും. ഒരു കുട്ടി അതിൽ സത്യം പറഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഏക സിവിൽ കോഡ് വരണമെന്ന് ആ കുട്ടി പറയുന്നത് എന്ന് ചോദിച്ചാൽ അവൾ പറയുന്നത്, ഇപ്പം നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല, ഏക സിവിൽ കോഡ് വന്ന് അതൊക്കെ ഇടാലോ. ഇത്രയേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ ഒരു ചിന്ത മാത്രമേ അവരെയൊക്കെ മനസ്സിലുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന് പുറത്ത് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെയുള്ള വർഗീയ അജണ്ടകൾ, ഫാസിസ്റ്റ് തന്ത്രങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ശേഷിയുള്ള കുട്ടികളാണ്. NRC പോലെ, CAA പോലെയുള്ള സമരങ്ങളൊക്കെ ഉയർന്നു വന്നത് JNUവിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെയാണ്. അവിടെയുള്ള വിദ്യാർത്ഥികളാണ് തുടങ്ങി വെച്ചത്, പിന്നെയാണ് വേറെയുള്ളവരൊക്കെ ഏറ്റെടുത്ത്. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഇതൊരു വർഗീയ അജണ്ടയാണെന്നോ ഇത് ഫാസിസ്റ്റുകളുടെ തന്ത്രമാണെന്നോ എന്നൊന്നും അറിയാതെ അവർക്ക് അവരുടെ തന്നിഷ്ടം നടക്കണം എന്നുള്ളിടത്ത് മാത്രം ചുരുങ്ങിക്കാണുന്ന അതിദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഈ മാതാപിതാക്കൾ അറിയാത്ത മക്കളുടെ ബന്ധങ്ങൾ അത് വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില രക്ഷിതാക്കളൊക്കെ വളരെ നിഷ്കളങ്കമായി നമ്മളെ കാണുമ്പോൾ പറയും, എൻ്റെ മകൾക്കൊരു കല്യാണം വേണം, അപ്പോൾ നമ്മൾ ഒരു ആദർശപരമായി ബന്ധമുള്ളവരാകണം, ദീനീബോധമുള്ളവരാകണം എന്നൊക്കെ അവർ പറയും. അങ്ങനെ അവസാനം അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ കുട്ടിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. കുട്ടി പറയുന്നത്, എനിക്കതൊന്നും പറ്റില്ല, എനിക്കത് ഒന്നുമില്ല ആയിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ വേറെ പുതിയ ട്രെൻഡ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകാത്തൊരു സാഹചര്യം. അത് അടുത്ത മാസമാകാം, 6 മാസം കഴിയട്ടെ, 1 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞ് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു ട്രെൻഡിലേക്ക് പതിയെ നമ്മുടെ കുട്ടികൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു 2 സംഭവം ഒരേ ദിവസം പത്രത്തിൽ വന്ന 2 സംഭവം നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നുവെന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ക്യാമ്പസുകളിലുള്ള ഈ ലിബറലിസം കുട്ടികളെ എവിടെ എത്തിച്ചു എന്നുള്ളത്. ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറിയിട്ട് തൻ്റെ കാമുകിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാമുകിയോട് പറഞ്ഞത് അവൾ കേൾക്കാത്തത് കൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട് അത് അനുസരിപ്പിക്കാൻ വേണ്ടി അവളവിടെ താഴെ നിൽക്കെ ഇവൻ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കമ്പിയിൽ പിടിക്കുന്നു. അവസാനം ഇവൾ കേൾക്കാതെ വന്നപ്പോൾ അവൻ പിടിച്ചു, ഷോക്കടിച്ച് താഴേക്ക് വീണ് കഴുത്തിന് താഴെ മുഴുവൻ പൊള്ളി ആശുപത്രി കിടക്കുകയാണ്. ഇപ്പം ഇന്നെന്തായി നമുക്കറിയില്ല. ആലോചിച്ച് നോക്കുങ്ങൾ, എന്താണ് ഒരു ഭ്രാന്തമായൊരവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന്, കോഴിക്കോട് ഒരു കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ, ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് കൊണ്ടുപോയി. അവൻ്റെ വീട്ടിലാരുമില്ല.
വീട്ടിൽ വാപ്പിയമ്മയൊക്കെ എന്തോ യാത്ര പോയിക്കണം. എന്നിട്ട് ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി 2 ദിവസമായിട്ടൊരു വിവരമില്ല. അവസാനം പോലീസുകാർ അന്വേഷിച്ച് മൊബൈലൊക്കെ ട്രാക്ക് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഇവൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തെ റൂമിൽ ആ കുട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെയും കൊണ്ടുപോയി അവിടെ നിന്ന് MDMAയും മറ്റു ലഹരി സാധനങ്ങളും എല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ മാതാപിതാക്കൾ അറിയാത്ത മക്കളുടെ ബന്ധങ്ങൾ, മക്കൾ അറിയാത്ത മാതാപിതാക്കളുടെ ബന്ധങ്ങൾ, അത് വേറൊന്നാണ്. മക്കളും ഭാര്യയും ഒന്നും അറിയാത്ത അതീവ രഹസ്യമായി പല അവിഹിതങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഒക്കെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യം, ഒരാശങ്ക, ഒരു വികാരം എന്താണ്? എന്താ ചെയ്യാം? സംഗതി ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതിൻ്റെ അപ്പുറം ഞങ്ങൾക്കറിയാം, ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യും? എന്താണ് ഇതിന് പരിഹാരം? എന്നിട്ട് അവസാനം ഒരു നിരാശയാണ് പലരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനം ചെയ്യുന്നത് എന്താ? ഏതെങ്കിലും കൗൺസിലേഴ്സിനെ കാണാൻ പറ്റുമോ? അതല്ലെങ്കിൽ ലഹരിക്കടിമയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻറ്റർ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി അങ്ങനെ പോവുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആ പരിഹാരം അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നതിലേക്ക് ഇപ്പോഴും സമുദായം വരുന്നില്ല എന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഖുർആൻ സമ്മേളനം ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇവിടെ മുതിർന്നവരുണ്ട്, സഹോദരിമാരുണ്ട്, അതുപോലെ തന്നെ യുവതി യുവാക്കളുണ്ട്, മക്കളുണ്ട്. ഇതൊരു കുടുംബ സമ്മേളനം കൂടിയാണ്. ഇവിടെ നമ്മളെല്ലാവരുമുണ്ട്. നമ്മൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞു പോയ പ്രശ്നങ്ങൾ പല തോതിൽ പലരും അനുഭവിക്കുന്നുണ്ടാവും. എന്താണ് പരിഹാരം? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു കൗൺസിലറുടെ അടുക്കൽ പോയിരുന്ന് 1-2 മണിക്കൂർ സംസാരിച്ചാൽ പ്രശ്നം അവസാനിപ്പിക്കാം, തീർക്കാം, രക്ഷപ്പെടുത്താമെന്ന ആ ഒരു മിഥ്യാധാരണ നമുക്കാർക്കും വേണ്ടതില്ല. മറിച്ച് ഈ പ്രശ്നം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട. അതിന്റെ പരിഹാരം എവിടെയാണ്? ആ പരിഹാരം നമ്മുടെ അലമാരയിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും അജ്റൻ കബീറ. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഖുർആൻ എന്ന് പറയുന്നത് യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗം കാണിക്കുന്നതാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, അതെ, സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിലുണ്ട്. അത് ഏറ്റവും ചൊവ്വായ പരിഹാരമാണ്. അതിനപ്പുറം ഒരു പരിഹാരം എവിടെ അന്വേഷിച്ചിട്ടും കാര്യമില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണട മുഖത്ത് വെച്ച് നമ്മൾ അന്വേഷിക്കണം. എവിടെ കണ്ണട പോയി നിങ്ങൾ തരാം, സാധനം മുഖത്തുണ്ട്. എന്താ ഇതിന് പരിഹാരം? നമ്മൾ വേറെ പലതും അന്വേഷിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ അടുക്കലുണ്ട് ഈ വിശുദ്ധ ഖുർആനാണ് എല്ലാത്തിനുമുള്ള പരിഹാരം. അതെടുത്ത് ഉപയോഗിക്കുവാൻ നാം തയ്യാറാവുക എന്നത് മാത്രമാണ് ഇതിനുള്ള ശരിയായ മാർഗം എന്ന് പറയുന്നത്. എന്താണ് മനസ്സമാധാനത്തിന്റെ മാർഗം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഅശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒരു ഭവനത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്നില്ല. എങ്ങനെയല്ലാതെ? 4 കാര്യങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടല്ലാതെ. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്ക് സമാധാനം ഇറങ്ങിക്കൊണ്ടല്ലാതെ. കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളോ മാതാപിതാക്കളോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരോടാണ് പറയുന്നത്, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ വേളയിൽ
ആ സദസ്സിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം ഇറങ്ങുക തന്നെ ചെയ്യും. സമാധാനം ഇറങ്ങിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. കാരുണ്യം നിങ്ങളെ വലയം ചെയ്യും. മലക്കുകൾ നിങ്ങളെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കലുള്ളവരോട് അള്ളാഹു നമ്മളെ കുറിച്ച് സ്മരിക്കുകയും ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഒരു വലിയ ഓഫർ നമുക്ക് കിട്ടിയിട്ടാണ് ഖുർആനും ഹദീസും പഠിക്കുന്ന ക്ലാസ് ആഴ്ച തോറും അപ്പുറത്ത് നടക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചായമക്കാനിയിൽ സൊറ പറഞ്ഞിരിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത സമുദായത്തിലെ ആളുകളെ നമ്മൾ കാണുന്നില്ലേ? പരിഹാരം അവിടെ ഉണ്ട്. ആ ക്ലാസ്സിന് പോയിരുന്നാൽ, ആ ഖുർആനിന്റെ പാരായണം കേട്ടാൽ. ഞാനിതാ സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല രീതിയിൽ ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കഴിയും. ആ പാരായണത്തോടൊപ്പം നമ്മൾ ലയിച്ചു പോകുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ മറക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ശാന്തി ഇറങ്ങുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ശാന്തിയും സമാധാനവുമുള്ള ഈ ഗ്രന്ഥം, അതിന്റെ പാഠങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ സമാധാനത്തിന്റെ സംഗതി നമ്മുടെ അടുക്കൽ തന്നെയുണ്ട്. ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇപ്പൊ ഈ കാലത്ത് എന്താ എനിക്കാരുള്ളത് എന്ന്. ചില ഉമ്മമാര് പറയാണ്, വാപ്പ മരിച്ചുപോയി, മക്കളൊക്കെ അവരുടെ ഓരോ വഴിക്കായി, എനിക്കാരുമില്ല. നേരെ തിരിച്ചു പറയുന്നവരുണ്ട്, എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ ഭാര്യ മരിച്ചതോടുകൂടി ഞാൻ ഒറ്റയായി. മക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അവരോട് എങ്ങനെ എൻഗേജ് ചെയ്യും, ഞാൻ എങ്ങനെ എൻ്റെ വികാരങ്ങൾ അവരോട് പറയും? അങ്ങനെ ഞാൻ ഒറ്റയാണെന്ന് പറയുന്ന ഉപ്പമാരെ നമുക്ക് പരിചയമുണ്ട്, സഹോദരിമാരെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ട് എങ്കിൽ അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? അൻ അനസ് ബിൻ മാലിക്കിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, നിശ്ചയമായും മനുഷ്യർക്ക് നിശ്ചയം അല്ലാഹുവിന് ജനങ്ങളിൽ നിന്ന് ചില സ്വന്തക്കാരുണ്ട്. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ ചോദിക്കപ്പെട്ടു, മൻഹും, ആരാണവർ? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹും, അവരാണ് അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ്സ, ഖുർആനിന്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിന്റെ സ്വന്തക്കാരുമാണ്. ഇതിലും വലിയൊരാള് നമുക്ക് വേറെ വേണോ? പടച്ചോന്റെ ആൾക്കാരാണ് അവര്, അള്ളാഹിന്റെ അഹ്ലുകാരാണ് അവര്, അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് അവര്. പക്ഷെ എന്ത് വേണം? ഖുർആനുമായി നമുക്ക് ബന്ധം വേണമെന്നേ ഉള്ളൂ. അപ്പൊ വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ? നമ്മൾ ഒറ്റക്കല്ല. വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും. ഞാൻ പ്രശ്നത്തിലാണ് എന്ന് പരിഭവം പറയുകയല്ല വേണ്ടത്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയിൽ നമ്മൾ പ്രവേശിക്കുകയാണ് വേണ്ടത്. ഒരാൾ പൊട്ടക്കിണറ്റിൽ വീണു, അതിൽ കുപ്പിച്ചില്ലുണ്ട്, കലങ്ങിയ വെള്ളമുണ്ട്, പാമ്പിനെ തച്ചു കൊന്ന് കൊണ്ടുപോയിടുന്നത്, എല്ലാ സാധനങ്ങളും ചപ്പ് ചവറും കൊണ്ടുപോയിടുന്ന പൊട്ടക്കിണറാണ്. അദ്ദേഹം അതിൽ കിടന്നിങ്ങനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ നാട്ടുകാർ ശബ്ദം കേട്ട് ഓടി വന്ന് വേഗം ഒരു വലിയ കയറെടുത്ത് അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൻ്റെ അടുത്ത് എത്തി കയറ്. ആളുകൾ ഇവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, വേഗം അയിമ പിടിക്കുന്നു. പക്ഷെ ഇയാൾ എന്ത് ചെയ്യും? ആ കയറിലേക്ക് മാത്രം നോക്കൂല, വേറെ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ നോക്കും. കയറുമ്പോ പിടിക്കാൻ പറഞ്ഞ കേൾക്കൂല. അയാളെ പറ്റി നമ്മൾ എന്താ പറയാ? യഥാർത്ഥത്തിൽ അധർമ്മങ്ങളുടെ ആഴിയിൽ അകപ്പെട്ട് മനുഷ്യന് അള്ളാഹു ഇട്ടു തരുന്ന ഒരു കയറാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അധർമ്മങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അന്ധസംഘർഷങ്ങളുടെയും അഗ്നിപർവ്വത സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ അതിൽ നിന്ന് കരകയറ്റുവാനുള്ള കയറാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹബ്ലാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന ഖുർആനിന്റെ കൽപ്പന. പക്ഷെ അത് മാത്രം കേൾക്കൂല. എല്ലാത്തിനുള്ള പരിഹാരമാണത്, പക്ഷെ ആ പരിഹാരത്തിന്റെ കയറിൽ മാത്രം തൊടില്ല. നമ്മളും വിശുദ്ധ ഖുർആനും ഇപ്പോൾ എവിടെയാണ്? ഈ വിശുദ്ധ ഖുർആൻ സമ്മേളനത്തിന് വേണ്ടി വന്ന ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഖുർആൻ ഓതിയിട്ട് എത്ര ദിവസമായി? ചില ആളുകളുടെ മനസ്സിൽ നിന്ന് ഉത്തരം വന്നു കഴിഞ്ഞു, ഇന്ന് സുബൈക്ക് പോലും ഞാനൊരു ജുസ് ഓതിയിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാ, അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ചിലരുടെ മനസ്സിൽ ഇന്നലെ ഓതി എന്നായിരിക്കും മനസ്സിൽ വരിക. ചിലർക്കെങ്കിലും
ഒരു 3-4 ദിവസമായിട്ടുണ്ടാവുന്നതായിരിക്കും. എന്നാൽ ചിലരെങ്കിലും ഓർത്തെടുക്കാൻ പ്രയാസപ്പെടുന്നവരുമുണ്ടാവും. നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ഒന്ന് ശാന്തമായി പാരായണം ചെയ്തിട്ട് എത്ര കാലമായി? പാല് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ നമ്മൾ മൊബൈലിലേക്ക് നമ്മൾ എത്തി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഇടക്കിടക്ക് എന്ത് ചെയ്യും? അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സ്ത്രീകളൊക്കെ പാല് അടുപ്പത്ത് വെച്ചാൽ അവിടുന്ന് പോരൂല. ഇതേപോലെ നമ്മൾ എത്ര സമയമാണ് നമ്മൾ മൊബൈലിന് വേണ്ടി ചെലവഴിക്കുന്നത്? എന്നാൽ അതേ നമ്മൾ തന്നെ എത്ര സമയം നമ്മൾ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് നാം ചെലവഴിക്കുന്നുണ്ട്? ഈ ചോദ്യം ഈ ഖുർആൻ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ശരി, ഖുർആൻ ഓതുന്നുണ്ട് എന്ന മനസ്സമാധാനമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, എത്ര ഭാഗം നമുക്ക് മനഃപ്പാഠമുണ്ട്? ഖുർആനിൽ നിന്ന് എത്ര ഭാഗം നമുക്ക് മനഃപ്പാഠമുണ്ട്? അത് മര്യാദക്ക് ഒരു 4 ആളുടെ മുമ്പിൽ തെറ്റുകൂടാതെ നമുക്ക് എത്ര ഓതാൻ കഴിയും? ചിലർ പള്ളിയിലൊക്കെ വന്നിട്ട് അസർ അതുപോലെ തന്നെ ളുഹർ സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു 4 ആള് വന്നാൽ അവർ പെട്ടെന്ന് ഇമാമെന്ന് നിസ്കരിക്കും. അതേ 4 ആൾ തന്നെ മഗ്രിബിന്റെ സമയത്താണ് കുറച്ച് വൈകി വരുന്നതെങ്കിൽ അവർ 4 ആളും ഇങ്ങനെ തള്ളി കളിക്കുന്നതാണ്. ഒരാൾ അങ്ങോട്ടും എന്തും മറ്റങ്ങോട്ടും എന്തും പിന്നെ അങ്ങോട്ടും എന്നുള്ളൂ. അപ്പൊ എന്താ സംഭവം? അസറിന് ഇമാമെന്നോൻ എന്താ മഗ്രിബിന് ഇമാമുക്കാൻ ഒരു ധൈര്യക്കേട്? എന്താ ധൈര്യക്കേട്? വേറൊന്നും പറയണ്ട, ഫാത്തിഹ സൂറത്ത് മര്യാദക്ക് ഓതിയാൽ തന്നെ തെറ്റുമോ എന്നുള്ള പേടി. വേറെന്താ? അവിടെയാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മളെ ധാരണ എന്താ? നമ്മളെല്ലാം കഴിഞ്ഞ ആൾക്കാരാണ്. അങ്ങനെയാണ് ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് ഓരോരുത്തർ വിധി പറയുന്നത്. ഇത് ഇസ്ലാമിൻ്റെ എല്ലാം എനിക്കറിയാന്നുള്ള ഓർത്തുള്ളത്. എന്നാൽ മര്യാദക്ക് ഒരു ഖുർആന്റെ എത്ര ആയത്തറി എത്ര സൂറത്ത് കാണാതറി എന്ന് ചോദിച്ചാൽ പലരുടെ അവസ്ഥയും പരിതാപകരമാണ്. ഇനി പണ്ട് മദ്രസ എന്ന് പറയാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എത്ര ഓർമ്മയുണ്ട്? വിശുദ്ധ ഖുർആൻ പുതുക്കിയില്ലെങ്കിൽ അത് കെട്ടിയിടാത്ത ഒട്ടകം പോകുന്നത് പോലെ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് ഒരു സിസ്റ്റം എത്ര പേർക്കുണ്ട്? എപ്പോഴെങ്കിലും അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു സിസ്റ്റം. എന്ത് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഖുർആൻ പഠനത്തിന് സ്വീകരിക്കുന്നത്? സ്ഥിരമായി നാം പങ്കെടുക്കുന്ന ക്ലാസ് ഏതാണ്? ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. നേരത്തെ ബഹുമാനായ പറപ്പൂർ മൗലവിയോട് പറഞ്ഞു, ഖുർആൻ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇതിന്റെ ആൾക്കൂട്ടമല്ല, ഇതിന്റെ ആകർഷണീയതയല്ല, ഇതിൽ പ്രഭാഷണം നടത്തിയ ആളുകളുടെ പകിട്ടും പ്രൗഢിയുമല്ല. മറിച്ച് ഈ ഖുർആൻ സമ്മേളനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ സ്വന്തം ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഈ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് ഇനി ഓതാത്തവർ ഓതി തുടങ്ങണം, മനഃപ്പാഠമാക്കിയവർ അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഒരു കൃത്യമായ സിസ്റ്റമുള്ള ഒരു പഠന സംവിധാനത്തിൽ നമ്മൾ പ്രവേശിക്കണം. അതാണ് QHLS എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. ഇന്ന് യാതൊരു ഉറപ്പില്ലാത്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടില്ലേ, ഒരു മെറ്റാവേഴ്സ് എന്ന് തുടങ്ങുന്ന ഒരു കമ്പനി ഒരു സ്കൂളിലെ 40 അധ്യാപകരുടെ കോടിക്കണക്കിന് രൂപയാണ് അതിൽ പോയത് എന്നാ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടികളാണ് ആളുകൾ ഇങ്ങനെ ഓരോ ഊഹങ്ങൾ കേട്ടുകൊണ്ട് ചെലവഴിക്കുന്നത്. അതിനെത്ര സമയം ചെലവഴിക്കുന്ന കാശ് ചെലവഴിക്കണം. എന്ന സഹോദരങ്ങളെ, പടച്ചോൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാഹ് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. നിശ്ചയമായും അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും അവൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും അതെങ്ങനെ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. നഷ്ടല്ല, ഖുർആൻ ഓതിയാൽ നഷ്ടമില്ല, സമയം നഷ്ടമല്ല, ഖുർആൻ പഠിക്കുന്ന സമയം നഷ്ടമല്ല, നമസ്കരിക്കുന്ന സമയം നഷ്ടമല്ല. ഇപ്പൊ നിങ്ങളുടെ കൺമുമ്പിലൂടെ കടന്നുപോയ ഇതുപോലെയുള്ള ബോക്സുകളിലേക്ക് ഇടുന്ന കാശ് നിങ്ങൾക്ക് നഷ്ടമല്ല. ഇത് നീയത്തുണ്ടെങ്കിൽ ഇന്നും കണ്ണടച്ചാൽ മയ്യത്ത് കട്ടിലേറി കൊണ്ടുപോയി കബറിൽ കൊണ്ടുപോയി വെച്ച്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഗൾഫിൽ പോയത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ 22 കൊല്ലം 28 കൊല്ലം ആ മണലാരണ്യത്തിൽ അധ്വാനിച്ചത്, ആ കുട്ടികൾ, ആ കുടുംബം
തസ്ബീത്ത് ചൊല്ലുന്നത് വരെ അവിടെ ഉണ്ടാകും. പിന്നെ അവർ തിരിച്ചു പോകും, പോയേ പറ്റൂ. ആരും എൻ്റെ വാപ്പയാണ്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ്, ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തുണക്കിറങ്ങിക്കിടക്കട്ടെ എന്നാരും പറയില്ല സുഹൃത്തുക്കളെ. അവിടെ നമ്മൾ കൊടുത്തതും നമ്മൾ ഇബാദത്ത് ചെയ്തതും നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആനും നമ്മളായിട്ടുണ്ടാക്കിയ കാര്യങ്ങളും മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുണ്ടാവൂ. ഈ മതരംഗത്തൊക്കെ കുറച്ചൊന്ന് സജീവായി ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില സഹോദരിമാർ ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളെ കാര്യം നോക്കണം. ഇപ്പം ഇന്നലെ ഖുർആൻ സമ്മേളനത്തിന് പോയി, അടുത്ത ദിവസം പ്രൊഫഷണൽ കോൺഫറൻസിന് പോയി, പിന്നെ ടീച്ചേഴ്സ് കോൺഫറൻസിന് പോയി, പിന്നെ അതിൻ്റെ അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. ഇതെപ്പോൾ നോക്കിയാലും ഈ പരിപാടി മാത്രമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിന് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ ചിലവ്. അവനാൻ്റെ കാര്യം കുറച്ച് നോക്കണട്ടോ എന്ന് ഉപദേശിക്കാറുണ്ട്. അവിടെ നമുക്ക് പറയാനുള്ള തിരുത്തെന്താ അറിയോ? ഇതാണ് അവനവൻ്റെ കാര്യം, ഇതാണ് സ്വന്തം കാര്യം. ഇതേ ഖബറിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. കുടുംബം, ഒരു വീടുണ്ടാക്കുക എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. ഒരു വാഹനം വാങ്ങുക എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. ഒരു സ്ഥലം വാങ്ങുക എന്നത് നമ്മുടെ മക്കൾക്ക് കൂടിയുള്ള ആവശ്യമാണ്. എന്നാൽ സുജൂദ് ചെയ്യുക എന്നത്, നോമ്പ് നോൽക്കുക എന്നത്, 2-3 പേജ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്, അതിന്റെ പ്രബോധനം നടത്തുക എന്നത്, അതിനുവേണ്ടി യാത്ര ചെയ്യുക എന്നത്, അതിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക എന്നത് സ്വന്തം ഖബറിലേക്ക് മാത്രമുള്ള കാര്യമാണ്. ഇതാണ് സ്വന്തം കാര്യം എന്നിടത്ത് തിരിച്ചു ചിന്തിക്കുവാനുള്ള ബോധവും ബോധ്യവുമാണ് ഈ ഖുർആൻ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം. സഹോദരങ്ങളെ, ദുനിയാവിൽ ചെറിയൊരു ആനുകൂല്യമുണ്ട് എന്ന് മനുഷ്യന്മാരറിഞ്ഞാൽ സുബൈക്ക് മുമ്പ് തന്നെ അവിടെ പോയി ക്യൂ നിൽക്കും. കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ കാണാത്ത സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അയൽവാസിയായ ഒരു സ്ത്രീയെ കണ്ടു. അപ്പം ഞാൻ എന്താ ഇന്ന് നേരത്തെ പാല് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. പാല് കൊണ്ടു പോണ സ്ത്രീയാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇത് കൊടുത്തിട്ട് ഇപ്പം പോയാൽ 10 മണിക്ക് തുറക്കുന്ന ത്രിവേണിയിൽ കിറ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ പോകണം. എപ്പോൾ 5 മണിക്ക് പോകണം, വരി നിൽക്കണം. കാരണം 100 ആൾക്കേ ടോക്കൺ കൊടുക്കുള്ളൂ. ആ ടോക്കൺ കിട്ടണമെങ്കിൽ ഇപ്പോൾ പോകണം. എന്നിട്ട് 10 മണി വരെ അവിടെ ക്യൂ നിൽക്കണം. ആളുകൾ പ്രയാസപ്പെടുക. കാരണം എന്താ? 22 സാധനങ്ങൾ 850 രൂപക്ക് കിട്ടുന്നതാണ്. അതാണ് അവർ പറയണത്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആളുകളെ പ്രയാസപ്പെടയല്ല. പക്ഷേ അത് ചെറിയൊരു ആനുകൂല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ ആളുകൾ തയ്യാറാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ സുബഹി നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ രാവിലെ ഇരുന്ന് ഒരു 2-3 ആയത്ത് നമ്മൾ മനസ്സ് തട്ടി ഓതുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയെന്നറിയും. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അവർ പറയാണ്, ഞങ്ങൾ സുഫയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്യാതെയും കുടുംബബന്ധം തകർക്കാതെയും എല്ലാ ദിവസവും രാവിലെ ബുഹ്താനിലേക്കോ അല്ലെങ്കിൽ മദീനയിലെ ഒരു താഴ്വരയായ അഖീഖിലേക്കോ പോയി വലിയൊരു പൂഞ്ഞയുള്ള 2 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്ത്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കത് വലിയ ഇഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തു, അഫലാ യഗ്ദു അഹദുകും മിനൽ മസ്ജിദി, എന്നാൽ നിങ്ങൾ രാവിലെ നിങ്ങൾ പള്ളിയിലേക്ക് നിങ്ങളിൽ ഒരാൾ പോവുകയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ 2 ആയത്തുകൾ പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്താൽ ആ 2 ഒട്ടകത്തെക്കാളും നിങ്ങൾക്ക് വലിയത് അതാണ്. ഇനി 3 ആയത്താണെങ്കിൽ 3 ഒട്ടകങ്ങളെക്കാൾ ആ 3 ആയത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. 4 ആയത്തുകളാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നതെങ്കിൽ 4 ഒട്ടകം കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് മഹത്തരമായത് അതാണ്. അങ്ങനെ ആയത്തിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും ഒട്ടകത്തിന്റെ എണ്ണം എന്നാണ്. ഇപ്പൊ ഒട്ടകം എന്ന് പറയുന്നതിന് പകരം ഒരു 10-50 ലക്ഷം രൂപ വിലയുള്ള ഒരു വലിയ കാറ് എന്ന് പറഞ്ഞാൽ മതി. അത്ര വലിയ ഒരു മഹത്വമാണ് ഖുർആൻ എന്നൊരു ആയത്ത് പാരായണം ചെയ്യുന്നതിന് അള്ളാന്റെ റസൂല് പറഞ്ഞത്. എത്ര മഹത്തരമാണത്. അപ്പൊ പരലോകത്തേക്ക് ചിന്തിച്ചാൽ നമ്മൾ കുറച്ച് സമയം അതിനു വേണ്ടി ചെലവാക്കും. ചിന്തിക്കണത് ഉണ്ട് എന്ന് ഓർമ്മ വേണം. ആ ഓർമ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇത്തരം ഖുർആൻ സമ്മേളനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം. ഒരിക്കലും നമുക്ക് ആശങ്ക വേണ്ട. ഖുർആൻ കൊണ്ട് നമ്മൾ മാറും, നമ്മുടെ മക്കൾ മാറും, കുടുംബം മാറും, മഹല്ല് മാറും, നമ്മുടെ സമൂഹം മാറും.
നാട് മാറും, രാജ്യം മാറും. യാതൊരു തർക്കവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. കാരണം എന്താണെന്നറിയും? ഇപ്പം എല്ലാവരും പറയും എന്താ ചെയ്യുക, എവിടേക്കായി നാട് പോണത് എന്നൊക്കെ വല്ലാതെ നിരാശയോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തെക്കാൾ മോശമായ ഒരു സമൂഹത്തെയാണ് നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്. ഞാൻ പറയണ്ടല്ലോ അല്ലെ, 3 വാർ, വൈൻ, വിമൺ, യുദ്ധവും അതുപോലെ തന്നെ മദ്യവും സ്ത്രീയും ഇതവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഘടകങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. ആ നൂറ്റാണ്ട് ഡാർക്ക് ഏജ് ആയിരുന്നു എന്ന് വിലയിരുത്തപ്പെടാത്ത ഒരാളുമില്ല. ആ നാട്ടുകാരെയാണ് അള്ളാഹുവിന്റെ റസൂല് മാറ്റിയത്. ആ മാറ്റാൻ ഉപയോഗിച്ച വേദഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വഫാത്തായി പോയത്. പക്ഷേ റസൂലുള്ള ഓതിക്കൊടുത്ത ഖുർആൻ ഇന്നും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ മാറ്റാനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ട്. കണ്ണട മുഖത്ത് വെച്ച് തെരയുന്നത് പോലെ അത് പുറത്തല്ല നമ്മൾ തെരയേണ്ടത്, അത് നമ്മുടെ അകത്തു തന്നെയുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ആ ഖുർആനിലേക്ക് സമുദായം മടങ്ങി വരലാണ് നമ്മുടെ മക്കൾ മാറാൻ, നമ്മൾ മാറാൻ എല്ലാത്തിനുമുള്ള പരിഹാരം അതാണ്. അവരതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് കുടുംബത്തിൽ എല്ലാവരും ഖുർആൻ ക്ലാസ്സിന് പോകണം. അതാണ് ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഖുർആൻ ക്ലാസ്സിന് പോകണം. ഉമ്മ പോകണം, വാപ്പ പോകണം, മക്കൾ പോകണം, എല്ലാവരും. പക്ഷെ ഒന്ന് കാണുന്നൊരു പ്രവണത എന്താ വെച്ചാൽ, ഉമ്മയും വാപ്പയൊക്കെ ചിലപ്പോൾ പോവും, കുട്ടികൾ പറയുന്നത് എനിക്ക് വായിക്കണ്ട്, ഞാൻ വരുന്നില്ല. എന്നിട്ട് വീട്ടിലവിടെ ഇരിക്കും. വാപ്പ ഇമ്മയാണ് പടി ഇറങ്ങിയ വായന നല്ല അവിടെ നടക്കുക. അവിടെ ഇന്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഫോണോ ഉണ്ടെങ്കിൽ അത് യഥേഷ്ടം ഉപയോഗിക്കും. ഞാൻ പറയുന്ന കുടുംബങ്ങളോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കുട്ടികളെ തനിച്ചാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് പോകരുത്. അത് വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ കൈവിടുന്നതാണ് നരകപ്രവേശത്തിന്റെ കാരണം. വഖാല റസൂൽ യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നാളെ പരലോകത്ത് പറയുന്നത് എന്റെ സമുദായം ഈ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു എന്നതാണ് അവർ ഈ നരകത്തിൽ പോകാൻ കാരണമെന്ന് പറയുമെന്നാണ്. കേരളത്തിന്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് വല്ലാത്ത ബേജാറ് പലർക്കും ഉണ്ട്. കാരണം എന്താ? ഒന്നുകിൽ പ്രളയം അല്ലെങ്കിൽ വരൾച്ച എന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം ഇപ്പോൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അനുഭവങ്ങൾ നമ്മൾ കണ്ടു. കോവിഡിന്റെ മഹാമാരി നമ്മളെ എന്തൊക്കെ പഠിപ്പിച്ചു. ഈ ഒരുപാട് പരീക്ഷണം. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചില ശിക്ഷകളെ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങാൻ വേണ്ടി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു ഓർമ്മയോടുകൂടി തന്നെ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മുന്നിൽ വെച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാവുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്കേവർക്കും ആവശ്യമായിട്ടുള്ളത്. നാം ഒരിക്കലും തന്നെ ഇവരെ പോലെയാകാൻ പാടില്ല. ആരെപ്പോലെ? ഇരുട്ടത്ത് തട്ടിത്തടയുന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അവർക്ക് അടിച്ചു കൊടുക്കാനുള്ള ടോർച്ച് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ടോർച്ച് അടിക്കുന്നില്ല. ടോർച്ച് അടിച്ചു കൊടുക്കാത്തവനെ പോലെ ആകാൻ പാടില്ല. കിണറ്റിൽ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോ കയറ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും അതൊന്നങ്ങോട്ട് തൂക്കിയിട്ട് കൊടുത്ത് അവനെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ കഴിഞ്ഞിട്ടും അത് ചെയ്യാത്തവനെ പോലെ നമ്മളാകാൻ പാടില്ല. അപകടം നടന്ന സ്ഥലത്ത് രക്തം വാർന്ന് കിടക്കുന്നവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പെടാപാടുപെടുമ്പോൾ നമ്മൾ അതിലെ കടന്നു പോവുകയാണ്. നമ്മുടെ അടുക്കൽ വാഹനമുണ്ട്, പക്ഷേ ആ വാഹനത്തിൽ ആ രോഗിയെ കയറ്റാതെ പോകുന്നവനെ പോലെ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. ഇതിലും വലിയ പ്രളയ ജലത്തിലാണ് ഇന്ന് നമ്മുടെ നാട് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. ആ നാടിനെ രക്ഷപ്പെടുത്താനുള്ള ആയുധം ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഖുർആനിനോടുള്ള ബാധ്യത എന്ന് പറയുന്നത് ഈ പ്രളയജലത്തിൽ, ലിബറലിസത്തിന്റെ പ്രളയജലം, മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ പ്രളയജലം, ലഹരിയാകുന്ന ആ ലഹരി മുങ്ങിപ്പൊങ്ങുന്ന അവസ്ഥ, ഏക സിവിൽ കോഡിന് വേണ്ടി മുസ്ലിം പെൺകുട്ടികൾ വരെ വാദിക്കുന്ന സാഹചര്യം, അനന്തരാവകാശ നിയമം, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം അനീതിയാണ് എന്ന് വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറ. നമുക്കറിയാം, ഇസ്ലാം, മുസ്ലിം, ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ വെറുപ്പും വിദ്വേഷവും നുരഞ്ഞു പൊന്തുന്ന ഒരു സാമൂഹ്യ സാഹചര്യം. ക്ലാസ് റൂമുകളിൽ നിഷ്കളങ്കരായ കുട്ടികളെ അതിന്റെ പരീക്ഷണശാലകളാക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടിയുടെ മുഖത്ത് നിർബന്ധപൂർവം അടിപ്പിച്ച രംഗം ഇന്നും അതിന്റെ ഷോക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല.
എന്നെ ഏറ്റവും കൂടുതൽ അത് കണ്ടപ്പോൾ വേദനിപ്പിച്ചത് അടികൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന കുട്ടിയുടെ മുഖം മാത്രമല്ല, അടിക്കുന്ന കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന വെറുപ്പിന്റെ അടയാളങ്ങൾ മാത്രമല്ല, അടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന അധ്യാപികയുടെ അഹങ്കാരത്തോടു കൂടിയുള്ള ഇരിപ്പ് മാത്രമല്ല, ഹൃദയങ്ങൾ നടുങ്ങിപ്പോകുന്ന, കണ്ണുള്ളവർ കരഞ്ഞു പോകുന്ന, മനസ്സുള്ളവർ മരവിച്ചു പോകുന്ന, ഓർമ്മയുള്ളവർക്ക് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഇത്രയും വലിയൊരു വിദ്വേഷത്തിന്റെ വിളയാട്ടമുണ്ടായിട്ട് അതിനെ അപലപിച്ചു ഒരു വരി പോലും കോറിയിടാത്ത, ഒരു വാക്ക് പോലും മുറിയാടാത്ത നമ്മുടെ പ്രബുദ്ധതയുണ്ടെന്ന് പറയുന്ന ചില മലയാളികളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇതിലും വലിയ വേദന നമുക്ക് ഇരച്ചു വരുന്നത്. ചില ചാനലുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട ചർച്ച ഇതിനെ ന്യായീകരിക്കുന്ന ചില ചർച്ചകളാണ്. അവർ കാട് കാണുന്നുണ്ട്, പക്ഷേ മരത്തെ അവർ കാണുന്നില്ല. ഈ പ്രശ്നത്തെ അവർ കാണുന്നുണ്ട്, അതിന്റെ ഉത്തരവാദികളെ ഇന്നവരാണെന്ന് പറയാൻ ഇപ്പോഴും കഴിയാത്ത മലയാളികളുണ്ടെന്ന് പറയുമ്പോ ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം മരവിച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇത് വർഗീയ പ്രശ്നമല്ല, ഇതൊരു മനുഷ്യത്വ പ്രശ്നം മാത്രമായി കണ്ടാൽ മതി എന്നാണ്. അധ്യാപക സമൂഹത്തിന് അപമാനം എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഇത് രാജ്യത്തിന്റെ അപമാനമാണെന്ന് കൃത്യമായി പറയാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നില്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് വേദനിക്കുമെന്നാണ് ചില ആളുകൾ പറയുന്നത്. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും രാജ്യത്തിന് മൊത്തം വേദനിക്കുമെന്ന് പറയാൻ, ആ ഒരു വികാരം കൊണ്ടുവരാൻ പലർക്കും കഴിയുന്നില്ല. വാപ്പയുടെ പേര്, ഈ കുട്ടിയുടെ വാപ്പയുടെ പേര് നൗഷാദാണെന്ന് പറയുമ്പോഴും മകൻ മുസ്ലിമാണോ എന്ന സംശയം ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരാശയത്തിന്റെ പ്രശ്നമാണ്. ഇത് RSSന്റെയോ സംഘപരിവാറിന്റെയോ പ്രശ്നമല്ല എന്ന് പറയാൻ കേരളത്തിൽ മാന്യതയുടെ മുഖമൂടിയുള്ള ആളുകൾ ഉണ്ടാകുന്നുവെന്നത് ചെറിയ കാര്യമല്ല. വിദ്വേഷത്തിന്റെ പുക ഉയരുകയും ഈ ഉയരുന്ന സന്ദർഭത്തിൽ സമാധാനത്തിന്റെ കാറ്റ് ആഞ്ഞു വീശുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും വർത്തമാനം മാർഗം കേൾക്കണ്ട. ഞാൻ ഈ പ്രശ്നം കാണുന്നത് രാത്രി 12 മണിക്ക് ഒരാൾ എനിക്ക് ലിങ്ക് അയക്കുമ്പോഴാണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പൊ തന്നെ ഇരുന്നൊരു ചെറിയ കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടു. രാത്രി 1 മണിക്കാണ്. പക്ഷേ നേരം വെളുത്ത് അല്പസമയമായി ഫോൺ എടുത്ത് നോക്കുമ്പോൾ 5000-ഓളം ആളുകൾ അത് ഷെയർ ചെയ്തിരിക്കുക. ആളുകളുടെ വിങ്ങൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഉച്ചയോടുകൂടി നോക്കുമ്പോൾ അത് 5500-ഓളമായിട്ടുണ്ട്. പക്ഷെ പിന്നെ പോസ്റ്റ് കാണാനില്ല, പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കാണാനില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ വിദ്വേഷത്തിന്റെ പുക ഉയർത്തിവിടുന്നവരെ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിക്കുകയും അതിനെതിരെ സമാധാനത്തിന്റെ തൂലികയുമായി വരുന്ന അത്തരം വാചകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന അതിദയനീയമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനി വ്യഭിചാരമല്ല, വിവാഹേതര ബന്ധമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ മദ്യപാനിയില്ല, സോഷ്യൽ ഡ്രിങ്കർമാർ മാത്രമേ ഉള്ളൂ എന്നാണ്. വിവാഹത്തിന് സമ്മതിക്കാത്ത പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ എല്ലാം നോർമലൈസ് ചെയ്ത് സത്യമേത് അസത്യമേത് ധർമ്മമേത് ധർമ്മമേത് എന്ന് വ്യത്യാസമില്ലാതെ സത്യത്തെയും അസത്യത്തെയും അർത്ഥസത്യത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് എന്തൊക്കെയോ ആയി നമ്മുടെ സമുദായത്തെ മാറ്റുമ്പോൾ വിശുദ്ധ ഖുർആൻ കയ്യിലുള്ള നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഈ ഖുർആനുമായി ഈ ഇരുട്ടിന്റെ ലോകത്തെ ഭേദിച്ചുകൊണ്ട് ഈ പ്രകാശത്തിന്റെ ദീപശിഖയുമായി മുന്നേറുവാൻ ഈ വിശുദ്ധ ഖുർആനിന്റെ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്കറിയാം സെപ്റ്റംബർ 3-ാം തീയതി മദ്രസ അധ്യാപകരുടെ സമ്മേളനം കോഴിക്കോട് നടക്കാനിരിക്കുകയാണ്. നവംബർ 11-12 നമ്മുടെ പ്രൊഫൈസ് വരാനിരിക്കുകയാണ്. സെപ്റ്റംബർ 8-9 തീയതികളിൽ പ്രോഫ്കോണിലേക്ക്, നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥി കോൺഫറൻസിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒക്ടോബർ 8 ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കാനിരിക്കുകയാണ്. ഞാൻ പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഈ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നമുക്കൊരു മെഴുകുതിരി കത്തിച്ചു വെക്കാൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യണം എന്ന നിലക്കാണുള്ളത്. എന്നാൽ ആ മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീനാളത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ കൃത്രിമമായി കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുമ്പോൾ അതിന് തടയണ കെട്ടാൻ, ആ ദീപം കെടാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറയാൻ
ചെയ്യാൻ നല്ലവരായ സമൂഹം ഇന്ന് രംഗത്ത് വരുന്നുണ്ട് എന്നതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു ധൈര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ ഒന്നിലുമില്ല എന്ന് പറഞ്ഞ് ആയുസ് തട്ടി നീക്കാതെ സഹോദരങ്ങളെ, ഈ മാർഗത്തിൽ എല്ലാവരും അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.